ബെറ്റീന വിശ്വേശ്വരയ്യ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഗോപാലൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ തൻ്റെ ബിരുദ പഠനം ഉശിരോടുകൂടി തന്നെ തുടങ്ങിയിരിക്കുന്നു. ചേർന്ന ഉടനെ തന്നെ അവളുടെ സീനിയേഴ്സ് നടത്തിയ കോഡ് സ്വാപ്പ് എന്ന കോമ്പറ്റീഷനിൽ പങ്കെടുത്ത അവളുടെ ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഒരു സർട്ടിഫിക്കറ്റും 1000 രൂപയും പാരിതോഷികമായി കിട്ടുകയും ചെയ്തു. നമ്മുടെ അയൽക്കാരനും ജോർജ് കുട്ടിയുടെ സഹപാഠിയുമായിരുന്ന ബേബി മഞ്ഞപ്പള്ളി പീടികയിൽ അല്ലെങ്കിൽ വൈപ്പനയിൽ ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം അന്തരിച്ചു. ബിർമിംഗ്ഹാമിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇവിടുത്തെ ക്രിസ്മസ് സീസണിൻ്റെ ഒരു പ്രധാന ഭാഗമായ ജർമ്മൻ മാർക്കറ്റ് ഇത്തവണയും ആരംഭിച്ചു കഴിഞ്ഞു. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും 100-ൽ പരം കച്ചവടക്കാർ ഇവിടെ വന്ന് ഒരു മാസത്തിലധികം കച്ചവടം നടത്തി തിരിച്ചു പോകുന്നു. ഇത് വളരെ വർഷങ്ങളായി നടക്കുന്ന ഒരു പാരമ്പര്യമാണ്. ഈ ജർമ്മൻകാരെ സ്വാഗതം ചെയ്യുവാനായി ബിർമിംഗ്ഹാം സിറ്റി പല തയ്യാറെടുപ്പുകളും നടത്തുന്നു. പല റൈഡുകളും ഒരു ഐസ് റിങ്ങും ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ജർമ്മൻകാർ പ്രധാനമായും വിൽക്കുന്നത് കറി വെസ്റ്റ് എന്നു പേരുള്ള ഒരു സോസേജും ജർമ്മൻ ബിയറുമാണ്. ബിർമിംഗ്ഹാം സിറ്റിക്കാർ ഇതെല്ലാം ആസ്വദിക്കുന്നതിനായി സിറ്റിയിലേക്ക് തടിച്ചുകൂടുന്നുണ്ട്. ഈ ആഘോഷങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ വരവിനെ സൂചിപ്പിക്കുവാനാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ എന്ന വിധം ഒരു പുൽക്കൂടും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഫാദർ നോയലിൻ്റെയും ഫാദർ ജോയുടെയും ഗ്രാൻഡ് നീസിൻ്റെ വിവാഹം ബ്ലസ് ചെയ്യുന്നതിന് വേണ്ടി ഫാദർ ഡായി ബാംഗ്ലൂരിൽ എത്തിയിരുന്നു. അപ്പോൾ സമയം കണ്ടെത്തി ജിജിയുടെയും ഫാമിലിയുടെയും കൂടെ സമയം ജിൻഡോയുടെ സ്വപ്ന പദ്ധതിയായ 5 ഷട്ടറുകളുള്ള ഒരു ബിൽഡിംഗ് ആമ്പല്ലൂരിൽ രൂപം കൊണ്ടുവരികയാണ്. ആഗസ്റ്റ് മാസത്തിൽ ഫാദർ ഡായി തറക്കല്ലിട്ട് ആശീർവദിച്ചു. ഇപ്പോൾ ഈ പ്രൊജക്റ്റ് ഈ നിലയിൽ എത്തി. മെയ് മാസത്തോടുകൂടി ഈ പദ്ധതി പൂർത്തീകരിക്കാം എന്ന് കരുതുന്നതായി ജിൻഡോ പറഞ്ഞു. എൻ്റെ ബാല്യകാലങ്ങളിലെ പല മധുര നിമിഷങ്ങൾ ചിലവഴിച്ച ഒരു സ്ഥലമാണ് വടക്കൻ പാഴൂക്കുന്നേൽ വീടും പുരയിടവും. ഇന്ന് എൻ്റെ ഓർമ്മകളിലെ പ്രൗഢിയൊന്നും ഇവിടെ കാണാനില്ല. പണി തീരാത്ത ഒരു വീടും പ്രത്യേക ഉപയോഗമൊന്നുമില്ലാത്ത ഒരു വലിയ ഷെഡുമാണ് ഞാൻ ഓടിക്കളിച്ചിരുന്ന മുറ്റത്തിന് 2 വശത്തും. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി ഈ പുരയിടം. താൻ അറിഞ്ഞോ അറിയാതെയോ ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു മാർഗമുണ്ട് എന്ന തത്വത്തിൻ്റെ വക്താവായി മേഴ്സി അമ്മായി മാറി. നൂതന കൃഷിരീതികൾ അവലംബിച്ചാൽ ഏത് പ്രായക്കാർക്കും കൃഷി ലാഭമായി മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് മേഴ്സി അമ്മായി സ്വന്തം കൃഷിയിലൂടെ കേരളീയർക്ക് കാണിച്ചു കൊടുത്തു. വെറും 1/2 ഏക്കർ സ്ഥലത്ത് ഒരു സീസണിൽ മാത്രം ബന്ദികൃഷി നടത്തി മേഴ്സി ഗാർഡൻസ് പാല കേരളത്തിലെ പുഷ്പകൃഷിക്കാരുടെ മുൻപന്തിയിലെത്തി. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച, ഇതിനു മുമ്പ് കാര്യമായി കൃഷികളിലൊന്നും ഏർപ്പെട്ടിട്ടില്ലാത്ത നിതിൻ സി വടക്കൻ ഒരു പുഷ്പ കൃഷി ഗുരുവായി പരിണമിച്ചു. മേഴ്സി അമ്മായിയുടെയും നിതിൻ സി വടക്കൻ്റെയും ക്രിയാത്മകമായ അടുത്ത നീക്കങ്ങൾ കാത്തിരിക്കുകയാണ് കേരള ജനത. മനസ്സുണ്ടെങ്കിൽ ഒരു മാർഗമുണ്ട് എന്ന നിലപാട് മുമ്പോട്ട് വച്ച മാധ്യമ പ്രവർത്തകർ
ഈ കൃഷിയുടെ വലവ് ചെരിവുകളെക്കുറിച്ച് ആരാഞ്ഞതേയില്ല. അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച എനിക്കും വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചില്ല. ഇതൊരു സാമ്പത്തിക വിജയമാണെങ്കിൽ അത് ആ പണിതീരാത്ത വീട്ടിൽ ഉടനെ പ്രകടമാകില്ലേ എന്ന എൻ്റെ ചോദ്യത്തെ ഒരു അനാവശ്യ ചോദ്യമായി നിതിൻ സി വടക്കൻ തള്ളിക്കളഞ്ഞു. ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു മാർഗമുണ്ട് എന്നത് യഥാർത്ഥ ജീവിതത്തിൽ ശരിയാണോ? മേഴ്സി ഗാർഡൻസ് പാല കേരളത്തിലെ പുഷ്പകൃഷിക്കാരുടെ മുൻപന്തിയിൽ യഥാർത്ഥത്തിൽ എത്തിയോ? അതോ ഇതൊക്കെ മാധ്യമപ്രവർത്തകരുടെ മനസ്സിൽ പുഷ്പിച്ച കാര്യങ്ങൾ മാത്രമാണോ? അതോ സാമൂഹ്യ മാധ്യമങ്ങളെ നന്നായി ഉപയോഗിച്ച പുഷ്പകൃഷി ഗുരുവിൻ്റെ വിജയിച്ച ഒരു ചൽപ്പടി വിദ്യയാണോ? ഇത്തരം ചോദ്യങ്ങളൊന്നും നിതിൻ സി വടക്കനെ അലട്ടുന്നില്ല. അദ്ദേഹം ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്രങ്ങളുടെ കൂടെ വിരാജമാനാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ നമുക്കും അഭിമാനിക്കാം. തെറ്റെങ്കിൽ മാധ്യമങ്ങൾ മെനയുന്ന കഥകളെ എത്രമാത്രം ജാഗരൂകതയോടെ സമീപിക്കണം എന്ന് മേഴ്സി ഗാർഡൻ പാലയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.